ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. നമ്മുടെ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ പേസ് ഓഫ് ഇക്വേഷൻ നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്തിരുന്നു അല്ലെ. ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പഠിച്ച്. ആ ഒരു 5 ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ പോരാ, കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യന് ആ ചാപ്റ്റർ പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം അത് ഏതൊക്കെ ചോദ്യങ്ങളാണ് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങളാണ് മക്കളെ. പിന്നെ അതുപോലെ തന്നെ പേസ് ഓഫ് ഇക്വേഷൻ പഠിക്കുമ്പോൾ ഏറ്റവും വലുത് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ചോദ്യം നന്നായിട്ട് വായിക്കാം. ചോദ്യം വായിച്ചില്ല ആൻസർ കിട്ടില്ല കേട്ടാ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ചോദ്യം വായിക്കുക. ചോദ്യം നന്നായിട്ട് വായിക്കുക കേട്ടോ. നമുക്ക് ഫസ്റ്റ് ചോദ്യത്തേക്ക് പോകട്ടെ മക്കളെ, ശ്രദ്ധിച്ചിരുന്നോളെ. ദി പ്രൈസ് ഓഫ് 2 kilogram ഓഫ് ഓറഞ്ച്. നമുക്ക് അറിയാം 2 ഐറ്റംസ് തന്നിട്ടുണ്ടാവും അല്ലേ. നമുക്കിവിടെ ഫസ്റ്റ് ഐറ്റം ഏതാ? ഓറഞ്ച്. ഫസ്റ്റ് ഐറ്റം ഏതാണ് മക്കളെ? ഓറഞ്ച്. ഓറഞ്ചിനെ എടുത്ത് എഴുതേണേ. ഓറഞ്ചിന് ഞാൻ എച്ച് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഐറ്റത്തിന് ഞാൻ എന്ന് കൊടുക്കുകയാണ്, എച്ച് എന്ന് കൊടുക്കുകയാണ്. അപ്പോ അടുത്ത ഐറ്റം ഏതാണ് മക്കളെ? ആൻഡ് 3 kilogram ഓഫ് ആപ്പിൾ. എത്ര കിലോഗ്രാം ആപ്പിൾ? 3 kilogram. അപ്പൊ ആപ്പിളിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്? ആപ്പിളിന് എന്ത് കൊടുക്കേണ്ട? ആപ്പിളിന് ഓറഞ്ചിന് എച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിളിന് എന്ത് കൊടുക്കാം? വൈ കൊടുക്കാം. ആപ്പിളിന് എന്ത് കൊടുക്കടാ? വൈ കൊടുക്കാം. ഇനി നോക്കിയടാ, ദി പ്രൈസ് ഓഫ് 2 kilogram ഓഫ് ആപ്പിൾ. 2 അല്ലെ, 2 കിലോഗ്രാം ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക്? ഓറഞ്ച് എന്ന് പറയുന്ന മക്കളെ എക്സ്. ഓറഞ്ച് എന്ന് പറയുന്ന മക്കളെ എക്സ്. അപ്പൊ എങ്ങനെ എഴുതാം? 2x അല്ലെ പ്ലസ് എത്ര കിലോഗ്രാം ആപ്പിൾ ഉണ്ട്? 3 kilogram ഓഫ് ആപ്പിൾ. അപ്പൊ എങ്ങനെ എഴുതാം? 3y ഈസിക്കൽ ടു എത്ര രൂപയാടാ? എത്ര രൂപയായി? 520. എത്ര രൂപയാടാ? 520. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണെ. ഇക്വേഷൻ നമ്പർ 1. അടുത്ത സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയടാ. ദി പ്രൈസ് ഓഫ് 3 kilogram ഓഫ് ഓറഞ്ച്. എത്ര കിലോഗ്രാം? 3 kilogram. അപ്പൊ എങ്ങനെ എഴുതാം? 3x പ്ലസ് എത്ര കിലോഗ്രാം ആപ്പിൾ ഉണ്ടാ? 2 kilogram ഓഫ് ആപ്പിൾ. അപ്പൊ 2y ഈസിക്കൽ ടു എത്ര രൂപയാടാ? 480. എത്ര രൂപയായി? 480. ഇക്വേഷൻ നമ്പർ 2. ഇനി എന്താ ചെയ്യാ? നമ്മ എക്സ് അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന ടേം എന്തായിരിക്കും? കോമൺ ആയിരിക്കണം. എന്നാലും നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റം കാണാൻ പറ്റുള്ളൂ. ഇവിടെ എന്തെങ്കിലും കോമൺ ആണോ? കുറയ്ക്കാനോ കൂട്ടാനോ പറ്റുമോ? ഇല്ല. അങ്ങനെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്പിൾ ചെയ്യണം. എന്ത് ചെയ്യണം മക്കളെ? മൾട്ടിപ്പിൾ ചെയ്യണം അല്ലെ. ഇവിടെ 2x എന്ന് പറയുന്ന ടേമില്ലേ, ഈ എക്സ് എന്ന് പറയുന്ന ടേമിനാ മൾട്ടിപ്പിൾ ചെയ്ത് കോമൺ ആക്കണം. ഏതിലുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കോമൺ ആക്കണം. അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇവിടെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണമെന്ന് ചോദിക്കാം. എന്തുകൊണ്ട്? 3 കൊണ്ട്. അപ്പൊ ആ 3 കൊണ്ട് ആരൊക്കെ മൾട്ടിപ്പിൾ ചെയ്യണം? 2നെ മൾട്ടിപ്പിൾ ചെയ്യണം, 3നെ മൾട്ടിപ്പിൾ ചെയ്യണം, അതുപോലെ തന്നെ 520നെ മൾട്ടിപ്പിൾ ചെയ്യണം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോളെ. ഞാനിവിടെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താവും? ഈ എച്ച് എന്ന് പറയുന്ന ടൈം എന്താവും? 6 ആവും. എച്ച് എന്ന് പറയുന്ന ടൈം എന്താവും? 6x ആവും അല്ലെ. അതുപോലെ തന്നെ നോക്കിയടാ, ഇവിടെ എന്താണ്? ഈ 3നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ഇവിടെ എന്താവോടാ മക്കളെ? എന്താവോടാ? അവിടെയും 6 ആവും അല്ലെ. അവിടെ എന്താവും? 6x ആവും. അപ്പൊ ആരൊക്കെ കോമൺ ആയി? ഈ എച്ച് എന്ന് പറയുന്ന ടൈം എന്തായി? കോമൺ ആയി അല്ലെ. നമുക്കൊന്ന് ചെയ്തു നോക്കാട്ടോ. ശ്രദ്ധിച്ചിരുന്നോളെ. ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എന്തുകൊണ്ടാ മൾട്ടിപ്പിൾ ചെയ്യുന്നത്? 3 കൊണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു? 3 കൊണ്ട്. രണ്ടാമത്തെ ഇക്വേഷൻ എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്? 2 കൊണ്ട് അല്ലെ. എന്തിനു വേണ്ടിയാ മൾട്ടിപ്പിൾ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? ഏതെങ്കിലും ഒരു ടേം കോമൺ ആക്കാൻ വേണ്ടിട്ടാ. ശ്രദ്ധിച്ചിരുന്നോളെ. ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ മൾട്ടിപ്പിൾ ചെയ്യാൻ പോണേ. നോക്കിയടാ, 2 into 3 6 അല്ലേ. 6x plus 3 into 3 9y ഈസിക്കൽ ടു 520 into 3. അറിയോ? ഇല്ല, ചെയ്ത് നോക്കണം. 520 into 3 0 6 എന്താണ്? 15 അല്ലെ. 1560. ഇക്വേഷൻ നമ്പർ 3. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ അല്ലെ. രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കണം. രണ്ടാമത്തെ ഇക്വേഷൻ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? 2 കൊണ്ട് അല്ലെ. 3 into 2 6x plus 2 into 2 4y ഈസിക്കൽ ടു 480 into 2 480 into 2 0 16 1 9 അല്ലെ. 960. ഇക്വേഷൻ നമ്പർ 4 അല്ലെ. 2 ഇക്വേഷൻസ് കിട്ടി. ഏതൊക്കെയാണ്? 6x plus 9y is equal to
1560. അതുപോലെ തന്നെ 6x + 4y = 960. ഇവിടെ രണ്ട് ടേംസ് കോമൺ ആയിട്ടുണ്ട്. x എന്ന് പറയുന്ന ടേംസ് കോമൺ ആയിട്ടുണ്ട് അല്ലേ? ഇത് രണ്ടും എന്തുണ്ടാ കോമൺ ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ നമ്പർ 3ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 4 കുറച്ചാൽ മതി. ഇക്വേഷൻ നമ്പർ 3ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 4 കുറയ്ക്കാം അല്ലേ? ഏതിലൊരു ടൈം അപ്പൊ 6 എന്ന് പറയുന്നത് എന്താവും? x എന്ന് പറയുന്ന ടൈം എന്താവും? ക്യാൻസൽ ആവും പോലെ x എന്ന് പറയുന്ന ടൈം എന്താവും മക്കളെ? ക്യാൻസൽ ആയി പോകും. നമുക്ക് ഒന്നുകൂടി എടുത്ത് എഴുതേനെ. ശ്രദ്ധിച്ചിരുന്നോളേ കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോളേ. 6x + 9y = 1560. അതുപോലെ തന്നെ എന്താണ് 6x + 4y = 960. ഏതെങ്കിലും ഒരു ടൈം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കൂട്ടിയാണോ ചെയ്യാ അല്ല, കുറയ്ക്കണം അല്ലേ? കുറയ്ക്കണം. ഞാൻ കുറയ്ക്കുകയാണ് മക്കളെ, ശ്രദ്ധിച്ചിരുന്നോളെ. കുറയ്ക്കേണ്ട, നോക്കിയടാ 0. ഇനി എന്താണ് 15 നോമ്പ് കഴിഞ്ഞാൽ അല്ലേ? 0 ആയി. 15 നോമ്പ് കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ? 6. ഡൗട്ട് ഉണ്ടോ? 600. നോക്കിയടാ. ഇനി എന്താണ് 9 ന്ന് 4 പോയി കഴിഞ്ഞാൽ 5y. 9 ന്ന് 4 പോയി കഴിഞ്ഞാൽ 5y. 6x - 6x എന്താണ്? 0. ഇനി എന്താണ് 5y = 600. ഇനി y കാണാൻ വേണ്ടി yയുടെ ഒപ്പമുള്ളത് ആരാ? 5. എന്ത് 5ആണ്? മൾട്ടിപ്ലിക്കേഷൻ. അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഈ 5 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവൂടാ? ഡിവിഷൻ ആവും അല്ലേ? അപ്പൊ y = 600/5. y = 600/5. നോക്കാം. y = എത്രയാണ്? 600/5. 1 5 10 എത്ര? 2 10 0 കയറ്റിട്ടല്ലേ? എത്രയാണ്? y = 120. കിട്ടി അല്ലേ? y കിട്ടി. y എത്ര കിട്ടി? 120. y = 120. സെറ്റാണോടാ? y മാത്രം കാണാനാ പറഞ്ഞേക്കണ? അല്ല, x നെയും കൂടിയും കാണണം. x നെ കാണാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കേണ്ട മക്കളെ. അപ്പൊ y കിട്ടി. y എത്രയെന്ന് കിട്ടി? y = 120 കിട്ടി. ഇനി x കാണാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ഏത് ഇക്വേഷൻ എടുത്താലും കുഴപ്പമില്ല കേട്ടാ. ഏതെങ്കിലും ഒരു ഇക്വേഷൻ. ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണെ. 2x + 3y = 520. നമുക്ക് y അറിഞ്ഞൂടെ? y അറിയാം 120 ആണെന്ന് അറിയാം. അപ്പൊ എങ്ങനെ എഴുതാം? 2x + 3 × 120 = 520. അപ്പൊ എങ്ങനെ എഴുതേനി? 2x പ്ലസ് എന്താണ് 120 × 3 360 അല്ലേ? 360 = 520. ഇനി എന്ത് ചെയ്യാം? ഈ 360 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പോസിറ്റീവ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും അല്ലേ? അപ്പൊ ഇവിടെ ആര് മാത്രമാവും? 2x = 520 - 360 ട്ടാ. ശ്രദ്ധിച്ചേടാ, കുറയ്ക്കണം. ശ്രദ്ധിച്ചോട്ടാ. 560 - 520 മക്കളെ. 520 - 360. 360. 0 കുറച്ച് 2 പോകോ? ഇല്ല, കടം വാങ്ങണം. 4 ഇവിടെ എന്താവും? 12 6 1 160. അപ്പൊ 2x = 160. ഇനി ആരെ കാണണം? x നെ കാണാൻ വേണ്ടി x ന്റെ ഒപ്പമുള്ളത് ആരാ? 2. എന്ത് 2 ആണ്? മൾട്ടിപ്ലിക്കേഷൻ 2. മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താ മക്കളെ? ഡിവിഷൻ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ. x = 160/2. ചെയ്തോ? ശ്രദ്ധിച്ചോട്ടെ. 160/2 എത്ര? 8 2 16. 0 കയറ്റിട്ടാ മതി അല്ലേ? x = 80. സെറ്റ് ആണോടാ? x എന്ത് കിട്ടി? എന്ത് കിട്ടിയടാ? 80 കിട്ടി. അപ്പൊ ചെയ്തെന്താണ്? 2 ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് കോമൺ സെയിം ആയിട്ട് പോണില്ലെങ്കിൽ, 2 ഇക്വേഷൻ സെയിം അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 2 ടൈം സെയിം അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നിനെ മൾട്ടിപ്പിൾ ചെയ്യണം അല്ലേ? കോമൺ ആക്കണം. മൾട്ടിപ്പിൾ ചെയ്തിട്ട് കോമൺ ആക്കണം. എന്നിട്ട് വലിയ ഇക്വേഷനിൽ നിന്ന് ചെറിയ ഇക്വേഷൻ കുറയ്ക്കണം. എന്നിട്ട് ഏതിലോ ടൈം കിട്ടും. പിന്നെ അടുത്ത എന്താ? എക്സോ വൈയോ കിട്ടിക്കഴിഞ്ഞാൽ ഏതിലോ ഇക്വേഷൻ എന്തോ എടുക്കാം? എക്സിന്റെ വൈയുടെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ആരെ കിട്ടും? അടുത്ത ടൈമിന് കിട്ടും. സെറ്റ് ആണോടാ? സെറ്റ് ആണ്. നോക്കിയടാ, അടുത്തൊരു ചോദ്യം ശ്രദ്ധിച്ചിരുന്നോളെ. ശ്രദ്ധിച്ചിരിക്കണ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം ഉണ്ടാ. 11 added to a number. 11 ഒരു നമ്പറിനൊപ്പം കൂട്ടി.
നോക്കിയടാ, gives twice the another number, അതിന്റെ ഇരട്ടി. ഇപ്പോ ആദ്യത്തെ നമ്പർ, ഫസ്റ്റ് നമ്പർ നോക്കിയടാ, ഫസ്റ്റ് നമ്പറിനാ ഞാൻ എന്ത് കൊടുക്കണം, എക്സ് എന്ന് കൊടുക്കണം. സെക്കൻഡ് നമ്പറിനാ y എന്ന് കൊടുക്കണം കേട്ടോ. 11 added to a number, 11 added to a number, 11 added to a number, അതായത് x. 11 added to a number, ഒരു നമ്പറിനൊപ്പം കൂട്ടി. എത്ര? is equal to twice the second number, twice the 2y. സെക്കൻഡ് നമ്പർ ഏതാ? twice the another number എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പർ. അപ്പൊ എങ്ങനെ കൊടുക്കാം? 2y. എങ്ങനെ കൊടുക്കണം മക്കളെ? 2y. ഇനി അടുത്തൊരു സെന്റൻസ് ഒന്ന് നോക്കിയടാ, ഇതിനു മുമ്പ് നോക്കിയടാ, എന്താണ്? 11 plus x is equal to 2y, 2 into y 2y, 2 into y 2y. ഡൗട്ട് ഉണ്ടാ? ഡൗട്ട് ഉണ്ടാ? ഇല്ല. ഇനി ഈ 11 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും, 11 അപ്പുറ സൈഡിൽ കൊണ്ടുവരും. അപ്പോൾ ആര് മാത്രമാവും? x is equal to 2y. ഈ പോസിറ്റീവ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? നെഗറ്റീവോ? അപ്പൊ -11. അപ്പൊ എന്ത് കിട്ടിയടാ? x is equal to 2y minus 11. 2y minus 11. x ന്റെ വാല്യൂ എന്താണ്? 2y minus 11. ഡൗട്ട് ഉണ്ടാടാ? ഇല്ലല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത സെന്റൻസ് ഒന്ന് വായിച്ചേടാ. 20 added to the second number, add to the second number. 20 രണ്ടാമത്തെ നമ്പറിനൊപ്പം കൂട്ടി അല്ലേ? 2y is equal to എത്രയാണ്? twice the first number, twice the first number. അപ്പോ ഫസ്റ്റ് നമ്പർ ഏതാ? നമ്മുടെ എക്സ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 ഇരട്ടി അല്ലെ? ട്വൈസ് ദി ഫസ്റ്റ് നമ്പർ. അപ്പൊ എങ്ങനെ എഴുതാ? ഇങ്ങനെ ഇതൊന്ന് നോക്കിയാൽ മക്കളെ, നേരത്തെ ചെയ്ത പോലെ തന്നെ 20 plus y is equal to 2 into x എന്താണ്? 2x. എക്സിന്റെ വാല്യൂ അറിയോ? എക്സിന്റെ വാല്യൂ അറിയോ? എക്സിന്റെ വാല്യൂ അറിയാ? എന്താണ് എക്സിന്റെ വാല്യൂ? എന്താണ്? 2y minus 11. 2y minus 11 ആണ് എക്സിന്റെ വാല്യൂ. ശരിയല്ലേടാ? അല്ലേടാ? ഒന്ന് നോക്കിയപ്പോ 20 plus y is equal to എന്താണ്? 2 into 2y minus 11. 2y minus 11. ഇനി ഒന്ന് ശ്രദ്ധിച്ചേടാ. 20 plus y is equal to 2 into 2y എന്താ? 4y minus 11 into 2 minus 22 minus 22. സെറ്റ് ആണോടാ? ഇത്രയും കാര്യം ഓക്കെ ആണോടാ? അടുത്തൊന്ന് ശ്രദ്ധിച്ചേടാ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആണ്. ഈ വൈനൊക്കെ ഒരുമിച്ചാക്കേണ്ട. ഈസ് ഈക്വൽ ടു നോക്കിയടാ, ഇവിടെ 4y ഉണ്ട്, ഓൾറെഡി 4y ഉണ്ട്. പോസിറ്റീവ് ആയ y അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? നെഗറ്റീവോ? -y. ഇവിടെ ആരുണ്ട് മക്കളെ? 20 ഉണ്ട്. ഓൾറെഡി ആരുണ്ട്? 20 ഉണ്ട്. ആരിങ്ങോട്ട് വരും? ആര് വരും? 22 വരും. -22 വെറും 22 അല്ല, -22 അല്ലേ? അപ്പൊ മൈനസ് ഇങ്ങോട്ട് വരുമ്പോ എന്താവും? പോസിറ്റീവ് ആവും. +22. അപ്പോ 20 + 22 42 is equal to 3y. 42 is equal to 3y. സെറ്റ് ആണോടാ? നോക്കിക്കോട്ടെ, അടുത്ത് നോക്കിക്കോട്ടാ. ഇനി വൈനെ കാണാൻ വേണ്ടി വൈയുടെ ഒപ്പമുള്ളത് ആരാ? 3. ഈ 3നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. 3നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോ 42 divided by 3. മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ട് വരുമ്പോ എന്താവും മക്കളെ? ഡിവിഷൻ ആവും. മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ട് വരുമ്പോ എന്താവൂടാ? ഡിവിഷൻ ആവും അല്ലെ? ഈസ് ഈക്വൽ ടു y. ഇനി എന്താണ്? 42 ഹരിക്കണം 3 1 3 അല്ലെ? 4 എത്ര 3 ഉണ്ട്? ഒരു പ്രാവശ്യം. അപ്പൊ 1 into 3 3 കുറച്ച് എത്ര? ഇനി 12 എത്ര 3 ഉണ്ട്? 12 എത്ര 3 ഉണ്ടാ? 4 into 3 എത്ര ഉണ്ട് മക്കളെ? 12. എത്ര കിട്ടി? y is equal to 14 കിട്ടി. y is equal to 14 കിട്ടി. മനസ്സിലായോടാ? 14 കിട്ടി. എവിടെ നിന്നാ? മനസ്സിലായോടാ? എന്താ ചെയ്ത്? ഫസ്റ്റ് സെന്റൻസ് വായിച്ച്, അതായത് ഒരു നമ്പർ, ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ x, സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ y അല്ലെ? നോക്കിയടാ, എന്താണ് ചെയ്തത്? എന്താണ്? ഫസ്റ്റ് നമ്പറിനൊപ്പം 11 കൂട്ടി. പക്ഷേ അതിന് പ്രത്യേകത, ട്വൈസ് ദി സെക്കൻഡ് നമ്പർ അറിയോ? ഇല്ല. y into 2 into y ഉണ്ട്. എന്തിന്റെ വാല്യൂ ഉണ്ട്? എക്സിന്റെ വാല്യൂ ഉണ്ട്. എന്തിന്റെ വാല്യൂ ഉണ്ട് മക്കളെ? എക്സിന്റെ വാല്യൂ ഉണ്ട്. അടുത്ത സെന്റൻസ് വായിച്ചപ്പോൾ ഒരു പ്രത്യേകത തോന്നി. എന്താണ്? 20 added to a second number. 20 സെക്കൻഡ് നമ്പറിനൊപ്പം ആഡ് ചെയ്ത്. അപ്പോ 20 plus y. ട്വൈസ് ദി ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 2 into x. ട്വൈസ് ദി ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 2 into x അല്ലെ? അപ്പൊ എന്താ ചെയ്തത്?
20 പ്ലസ് y 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2x 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2x അല്ലേ. എക്സിന്റെ വാല്യൂ അറിയാം, എക്സിന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാ 2y മൈനസ് 11, എക്സിന്റെ വാല്യൂ എന്താ 2y മൈനസ് 11. ഇനി എന്ത് ചെയ്ത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മൾട്ടിപ്പിൾ ചെയ്ത് 2 ഇൻറ്റു 2y ഈക്വൽ ടു 4y, 2 ഇൻറ്റു 2 4, അപ്പോ 2y ഇൻറ്റു 2 ഈക്വൽ ടു 4y മൈനസ് 11 ഇൻറ്റു 2 മൈനസ് 22 അല്ലേ. ഇനി എന്താ ചെയ്ത് വൈനെല്ലാം ഒരുമിച്ചാക്കി, y എന്ന് പറയുന്ന ടൈം എന്താക്കി മക്കളെ ഒരുമിച്ചാക്കി അല്ലെ, y എന്ന് പറയുന്ന ടൈം എന്താക്കി ഒരുമിച്ചാക്കി. എന്നിട്ട് എന്താ ചെയ്ത് എന്താ ഈ മൈനസ് 22 കൊണ്ട് വരുമ്പോൾ എന്താവും പോസിറ്റീവ് 22 പ്ലസ് 22 അല്ലേ. അപ്പൊ 20 പ്ലസ് 22 42. ആരെ കിട്ടി 4y ന്ന് 1y കുറച്ചാ 3y, 4y ന്ന് 1y കുറച്ചാ 3y. ഇനി എന്താണ് വൈനെ കിട്ടാൻ വേണ്ടി y അല്ല നമുക്ക് വേണ്ടത്, വൈയുടെ ഒപ്പം ആരാ 3. എന്ത് 3 ആണ് മൾട്ടിപ്ലിക്കേഷൻ 3, മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് വരുമ്പോൾ എന്തായി ഡിവിഷൻ. അപ്പൊ 42/3, 42/3 എന്ന് പറഞ്ഞാൽ 14 അല്ലേ. എന്താണ് മക്കളെ 14. വൈന് മാത്രം മതിയാ, സെക്കൻഡ് ടൈം മാത്രം മതിയാ, പോരാ അല്ലേ പോരാ. നമുക്ക് ആരോടും കാണണം, ആരെ കാണണം, ആരെ കാണണം എക്സിനെ കാണണം. എക്സിനെ കാണാൻ വേണ്ടി ഞാൻ ഇതായ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ അല്ലേ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ഞാൻ എഴുതേണ്ടേ മക്കളെ. 220 പ്ലസ് y അറിയില്ലേ, y അറിയില്ലേ, y എന്താ ഞാൻ വേണ്ടി വായിച്ചിട്ട് എഴുതാം കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോടെ, ശ്രദ്ധിച്ചിരിക്കണോടാ. ശ്രദ്ധിച്ചിരുന്ന മക്കളെ 20 പ്ലസ് y എത്രയാ, y നമ്മൾ നേരത്തെ കണ്ടു വെച്ചിട്ടുണ്ട്, എത്രയാണ് 14 അല്ലേ, 14 ഈക്വൽ ടു 2x 2 ഇൻറ്റു എക്സ്. ഇനി എന്താണ് 20 പ്ലസ് 14 34 ഈക്വൽ ടു 2x 2 ഇൻറ്റു എക്സ് 2x. ഇനി നോക്കിയടാ ആരെ കാണണം എക്സിനെ കാണണം, എക്സിന്റെ ഒപ്പമുള്ള 2 എന്ത് 2 ആണ് മൾട്ടിപ്ലിക്കേഷൻ 2, മൾട്ടിപ്ലിക്കേഷൻ 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും മക്കളെ ഡിവിഷൻ 34/2 ഈക്വൽ ടു എക്സ്. അപ്പൊ എന്ത് കിട്ടി 34 ഹരിക്കണം 2 1 2 അല്ലേ, ശിഷ്ടം 14 7 2 14 7 2 14 ഈക്വൽ ടു 0 അല്ലേ. എക്സ് ഈക്വൽ എത്ര കിട്ടി മക്കളെ, എക്സ് ഈക്വൽ ടു 17 കിട്ടി. സെറ്റ് ആണോടാ. ഫസ്റ്റ് ഏതിനൊരു ടൈം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൈം കാണാൻ വേണ്ടി ഈസിയാണ്, ഏതിലൊരു ഇക്വേഷൻ എടുക്കുക ആ കിട്ടിയതിന്റെ വാല്യൂ കൊടുക്കുക. സെറ്റ് ആണോടാ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേടാ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കണേ. അടുത്ത് ഇതിൽ കുറച്ച് ചേഞ്ച് ഉണ്ട്, നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ, പക്ഷേ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇതുപോലത്തെ ടൈപ്പ് ഒരെണ്ണം വരും, നിർബന്ധമായിട്ടും വരും കേട്ടോ. നോക്കിയടാ, the price of a 17 trophies and 16 medals, രണ്ട് ഐറ്റംസ് ഉണ്ട് ട്രോഫി അല്ലെ. ട്രോഫിക്ക് ഞാൻ എന്ത് കൊടുക്കുകയാണ്, ട്രോഫിക്ക് എക്സും മെഡലിന് ഞാൻ എന്ത് കൊടുക്കുകയാണ് വൈയും കൊടുക്കുകയാണ്. ഓക്കെ, ട്രോഫിക്ക് എക്സും മെഡലിന് വൈയും കൊടുക്കേണ്ട. നോക്കിയടാ 17 അല്ലെ 17 എന്ന് പറയുമ്പോ 17x 17x അല്ലെ. ട്രോഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് എക്സ് ആണ്, അപ്പൊ 70x. മെഡൽസ് എത്ര എണ്ണം ഉണ്ട് പ്ലസ് മെഡൽസ് എത്രയാണ് 16 എണ്ണം, അപ്പൊ 16 y അല്ലെ. ഒരെണ്ണത്തിന് എത്ര മെഡലിന് y, അപ്പൊ 16y ഈക്വൽ ടു എത്ര രൂപയായി മക്കളെ 2180. എത്ര 2180. ഇക്വേഷൻ നമ്പർ 1. അടുത്തൊന്നും നോക്കിയാൽ അടുത്ത സെന്റൻസ് നോക്കിയാ ദി പ്രൈസ് ഓഫ് 16 അല്ലെ 16 ട്രോഫീസ്, അപ്പോ 16x പ്ലസ് എത്ര മെഡൽസ് ഉണ്ടാ 17 എണ്ണം. എത്ര എണ്ണം ഉണ്ട് 17 എണ്ണം. 17 എണ്ണം എന്ന് പറയുമ്പോ 17y ഈക്വൽ ടു എത്ര രൂപയാടാ 2110. ഇക്വേഷൻ നമ്പർ 2. ഇവിടെ എന്താ നമ്മ ചെയ്യാ, ഇവിടെ എന്താ ചെയ്യാ നോക്കിയടാ 17x പ്ലസ് 16y അല്ലെ, 17x പ്ലസ് 16y ഈക്വൽ ടു എത്ര 2180. അതുപോലെ തന്നെ നോക്കിയടാ 16 17 അല്ലെ, തിരിഞ്ഞടക്കുകയാണ്. ഇതിനെ ഞാൻ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു കേട്ടോ മക്കളെ, ശ്രദ്ധിച്ചോട്ടാ. എടാ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഇവിടെ കിട്ടി അല്ലെ, ഇവിടെ കോമൺ ആക്കാൻ എന്തെങ്കിലും പറ്റുമോ നമുക്ക് കോമൺ ആയിക്കാൻ പറ്റും അല്ലെ, പക്ഷേ അതിന് കുറേ ചെയ്യേണ്ടി വരും, കുറേ മൾട്ടിപ്പിൾ ചെയ്യേണ്ടി വരും. അതൊന്നും വേണ്ട, ഞാനൊരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞു കേട്ടാ, ശ്രദ്ധിച്ചിരുന്നോളെ. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം കൂട്ടാനും പോവുകയാണ്, ആദ്യം പിന്നെ അടുത്ത് കുറയ്ക്കാനും പോവുകയാണ് കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോളെ, ആദ്യം ഞാൻ കൂട്ടാൻ പോവുകയാണ്. രണ്ട് ഇക്വേഷൻ ഞാൻ എടുത്ത് എഴുതാൻ പോകണം. ആദ്യം 17x
പ്ലസ് 16y ഈസ് ഇക്വൽ ടു 2180. ഇക്വേഷൻ നമ്പർ 1 ആണ് അല്ലെ? ഇക്വേഷൻ നമ്പർ 1 ആണ്. അതുപോലെ തന്നെ 16x പ്ലസ് 17y ഈസ് ഇക്വൽ ടു 2110. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ഞാൻ എന്ത് ചെയ്യണം നോക്കളെ? കൂട്ടാൻ പോയേട്ടാ. നോക്കിയടാ 0 9 2 4. ഇനി എന്താണ് 16 പ്ലസ് 17 എത്രയാണ്? 33y പ്ലസ് ഇവിടെ എന്ത് തന്നെയാണ് മക്കളെ? 33x. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേടാ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. രണ്ട് സൈഡിൽ എന്തുണ്ട്? 33 ഉണ്ട്. അപ്പൊ ഈ 33 ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ് അല്ലെ? 33 ഇൻറ്റു x പ്ലസ് y. 33 ഇൻറ്റു x പ്ലസ് y ഈസ് ഇക്വൽ ടു 4290. ഇനി എന്താണ്? x പ്ലസ് വൈ അല്ലെ? x പ്ലസ് വൈ. ഈ ഇൻറ്റു 33 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും മക്കളെ? മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലെ? സോറി ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ മക്കളെ ഡിവിഷൻ ആവും അല്ലെ? 4290 ബൈ 33. നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 4290 ഹരിക്കണം 33. നോക്കിയടാ 42 എത്ര പ്രാവശ്യം ഉണ്ട്? ഒരു പ്രാവശ്യം അല്ലെ? 42 ഒരു പ്രാവശ്യം 33. കുറച്ച് ഇവിടെ കുറച്ച് എന്താണ്? കടം വാങ്ങണ പോലെ 3 ഇവിടെ എന്തായി? 12 12 3 കുറച്ച 9. ഇനി എന്ത് ചെയ്യാ? ഈ 9 ഇറക്കിയടാ അല്ലെ? പോകൂലല്ല 9. ഇനി 99 എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം അല്ലെ? 3 99 0. ഈ 0 എന്താ മക്കളെ? കേട്ടിട്ടാ മതി. എത്ര കിട്ടി? x പ്ലസ് വൈ ഈസ് ഇക്വൽ ടു 130. മക്കളെ ഇപ്പൊ നോക്കിയാ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? x പ്ലസ് വൈ ഈസ് ഇക്വൽ ടു 130. x പ്ലസ് വൈ ഈസ് ഇക്വൽ ടു 130. ഇക്വേഷൻ നമ്പർ 1. ഇനി ആദ്യം നമ്മൾ എന്താ ചെയ്ത്? കൂട്ടി. ഇനി കുറയ്ക്കണം. ഞാൻ ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതണേ. നോക്കിയോട്ടാ 17x പ്ലസ് 16y ഈസ് ഇക്വൽ ടു 2180 മൈനസ് 16x പ്ലസ് 17y ഈസ് ഇക്വൽ ടു 2110. കുറയ്ക്കാൻ പോകണേ. ശ്രദ്ധിച്ചിരുന്നോളെ 0 7 അല്ലെ? ഇനി നോക്കിയടാ 16 മൈനസ് 17. അപ്പൊ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്. വലുതിൽ നിന്ന് പറഞ്ഞാൽ വലുതാരാണ്? -17. അപ്പോ -y അല്ലേ? എന്താണ്? ആ 17 നിന്ന് 16 കുറച്ച 1. അപ്പൊ y 1 പറഞ്ഞ ആരും ഉണ്ടാവും ഇല്ല. y നോക്കിയടാ 17 നിന്ന് 16 കുറച്ച് 1 പറഞ്ഞ ആരും ഉണ്ടാവും ഇല്ല. x മൈനസ് y ഈസ് ഇക്വൽ ടു 70. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലെ? രണ്ട് ഇക്വേഷൻ കിട്ടി. ഏതൊക്കെയാണ് ഇക്വേഷൻ? ഏതൊക്കെയാണ് കിട്ടിയത് നോക്കിയാടാ മക്കളെ? ശ്രദ്ധിച്ചിരുന്നടാ കേട്ടോ. x പ്ലസ് വൈ ഈസ് ഇക്വൽ ടു 130 കിട്ടി. അതുപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 1 x മൈനസ് വൈ ഈസ് ഇക്വൽ ടു 70 കിട്ടി. ഇക്വേഷൻ നമ്പർ 2. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എന്ത് ചെയ്യണം? എനിക്ക് ഏതെങ്കിലും ഒരു ടേം ക്യാൻസൽ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം? കൂട്ടണോ കുറയ്ക്കണോ? എന്ത് ചെയ്യണോടാ? കൂട്ടണം. എന്ത് ചെയ്യണം? കൂട്ടണം. ഞാൻ എന്തേ മക്കളെ കൂട്ടാൻ പോവേണ്ട. ശ്രദ്ധിച്ചിരുന്നോളെ നേടാ 0 7 3 10 200 അല്ലെ? 200 കിട്ടി. ഈ സൈഡ് എന്ത് കിട്ടി? 200 കിട്ടി. y പ്ലസ് മൈനസ് y എന്താണ്? 0. x പ്ലസ് x 2x. ഇനി എന്താണ് മക്കളെ? 2x ഈസ് ഇക്വൽ ടു 200. അപ്പോ x ഈസ് ഇക്വൽ ടു എന്താ? 200/2. എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ 2 അങ്ങോട്ട് പോകുമ്പോ എന്താവും മക്കളെ? ഡിവിഷൻ ആവും. മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് പോകുമ്പോ എന്താവും? ഡിവിഷൻ ആവും. അപ്പോ x ഈസ് ഇക്വൽ എത്ര കിട്ടി? 100. x ഈസ് ഇക്വൽ എന്ത് കിട്ടി? 100 കിട്ടി. ഡൗട്ട് ഉണ്ടാടാ? സെറ്റ് ആണോടാ? x കിട്ടി. ഇനി y കണ്ടുപിടിച്ചൂടെ? y ഈസി ആയിട്ട് കണ്ടുപിടിക്കാല്ലേ? y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ x ന്റെ വാല്യൂ എടുക്കാം. ഞാൻ ഇവിടെ ചെയ്യാൻ പോണേ. ശ്രദ്ധിച്ചിരുന്നോളെ x പ്ലസ് y ഈസ് ഇക്വൽ ടു 130. x അറിയാം 100 ആണെന്ന് അറിയാം. y അറിയില്ല 130 അല്ലേ?
ഇനി നോക്കിയാൽ വൈനെ കാണാൻ വേണ്ടി y കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ആ ഒപ്പമുള്ളതാരാ 100 അല്ലെ 100 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ 130 പോസിറ്റീവ് അങ്ങോട്ട് പോകുമ്പോ നെഗറ്റീവ് y ഈക്വൽ ടു 130 നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ 30. ഡൗട്ട് ഉണ്ടാടാ എക്സും കിട്ടി വൈയും കിട്ടി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് കേട്ടാ. എല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കണം ഈ ചോദ്യം. നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം കേട്ടാ. നോക്കിയടാ ശ്രദ്ധിച്ചിരുന്നോളേ. ചോദ്യം വായിക്കാൻ പോണേ. 4 years ago ഒരു 4 വർഷം മുമ്പ് റഹീം ഏജ് വാസ് 3 times the age of രാമു. ഞാൻ ആദ്യം 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? റഹീമും രാമും. ആരൊക്കെയാണ് മക്കളെ? റഹീമും ഉണ്ട്. റഹീമിന്റെ ഏജിനെയാണ് എന്ത് കൊടുക്കുകയാണ്? എക്സ് എന്ന് കൊടുക്കുകയാണ്. റഹീമിന്റെ ഏജിന് എന്ത് കൊടുക്കുകയാണ്? എക്സ്. രാമുവിന്റെ ഏജിനെയാണ് എന്ത് കൊടുക്കുകയാണ്? രാമുവിന്റെ ഏജിന് ഞാൻ വൈ എന്ന് കൊടുക്കുകയാണ്. രാമുവിന്റെ ഏജിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്? വൈ എന്ന് കൊടുക്കുകയാണ്. 4 വർഷം മുമ്പ് എങ്ങനെ എഴുതാ? അപ്പോ എങ്ങനെ എഴുതാ? റഹീമിന്റെ ഏജ് എന്തായിരിക്കും? അപ്പൊ 4 വർഷം മുമ്പ് എന്തായിരിക്കും? എക്സ് മൈനസ് 4 അല്ലേ? 4 വർഷം മുമ്പ്. ഇപ്പത്തെ ഏജ് എക്സ്. അപ്പൊ 4 വർഷം മുമ്പ് എന്ന് പറഞ്ഞാല് എക്സ് മൈനസ് വൈ. ഓക്കെ. അപ്പോ രാമുവിന്റെ ഏജ് പറഞ്ഞാടാ y-4. ഡൗട്ട് ഉണ്ടാടാ? ഇല്ലല്ല. നോക്കിയടാ. ഇനി റഹീമിന്റെ ഏജ് എന്താ? എക്സ് മൈനസ് 4. റഹീമിന്റെ ഏജ് നോക്കിയടാ വാസ് 3 times the age of രാമു. എത്ര ടൈംസ്? 3. 3 times എന്ന് പറയുമ്പോ എന്താണ്? 3 into ആരേജ്? രാമുവിന്റെ ഏജ് മൈനസ് 4 y minus 4. ഡൗട്ട് ഉണ്ടാടാ? ഇല്ലല്ല. നോക്കിയേ. എക്സ് മൈനസ് 4 is equal to 3 into y 3y minus 4 into 3 minus 12. ഇനി എന്താ ചെയ്യാ മക്കളെ? ഇനി എന്താ ചെയ്യണടാ? എന്ത് ചെയ്യണം? ഞാൻ ഇതിനാ, അതായത് -4 ഇങ്ങോട്ട് കൊണ്ടുപോവേണ്ട. -4 അങ്ങോട്ട് കൊണ്ടുപോവേണ്ട. ശ്രദ്ധിച്ചിരുന്നോളേ. എന്താണ്? എക്സ് മൈനസ് 3y is equal to x minus 3y is equal to minus 12 minus 4. -12 മൈനസ് എന്താവും? 4 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും അല്ലെ? ഈ നെഗറ്റീവ് 4 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. അപ്പൊ x മൈനസ് 3y is equal to എത്രയാവും മക്കളെ? എത്രയാവടാ? -8. x minus 3y is equal to -8. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കേണ്ടത് ഇതിനാ. ഇനി അടുത്ത സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കണേ. ശ്രദ്ധിച്ചിരിക്കണേ. അടുത്ത സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കണേ. എന്താണ്? ആഫ്റ്റർ 2 years ago 2 വർഷം കഴിഞ്ഞിട്ട് അല്ലെ? അപ്പൊ റഹീമിന്റെ ഏജ് എന്താണ്? എക്സ് പ്ലസ് 2. അപ്പൊ രാമുവിന്റെ ഏജ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താണ്? y plus 2. ശ്രദ്ധിച്ചാ? മനസ്സിലായ? എന്താണ്? 4 വർഷം മുമ്പ് എന്ന് പറഞ്ഞപ്പോ മൈനസ് കൊടുത്ത് അല്ലെ? അപ്പോ എന്താണ്? 4 years ago. ഇതെന്താണ് ഇവിടെ എന്താ പറയണം? ആഫ്റ്റർ 2 years അല്ലെ? 2 വർഷം കഴിഞ്ഞിട്ട്. അപ്പോ പ്ലസ്. ശ്രദ്ധിച്ചിരുന്നേടാ. ഇനി എന്താണ്? നോക്കിയേ. ദിസ് വുഡ് ബിക്കം 2 times അല്ലെ? റഹീമിന്റെ ഏജിനെക്കാളും 2 അല്ലെ? 2 times കൂടുതലാണ് ആരുടെ? രാമുവിന്റെ ഏജ്. ഞാൻ എഴുതാൻ പോകണേ. ശ്രദ്ധിച്ചിരുന്നോണേ. റഹീമിന്റെ ഇപ്പോഴത്തെ ഏജ് എന്താണ്? എക്സ് പ്ലസ് 2 is equal to 2 into അല്ലെ? 2 into y plus 2. 2 into y plus 2. ഇനി എന്ത് ചെയ്യണം മക്കളെ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. എക്സ് പ്ലസ് 2 is equal to 2y എന്താണ്? 2 into 2 plus 4. 2 into 2 plus 4. ഡൗട്ട് ഉണ്ടാടാ? ഇല്ലല്ല. ശ്രദ്ധിച്ചിരിക്കണേ. എന്താണ്? എക്സ് പ്ലസ് 2 is equal to 2y plus 4. നമുക്ക് ഇതിങ്ങനെ കിട്ടി അല്ലെ? ഇനി എന്ത് ചെയ്യണം? ഈ 2 ഞാൻ അങ്ങോട്ട് കൊണ്ടുവരും. അല്ലെ? ഇവിടെ എന്താ? എക്സ് ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? പോസിറ്റീവ് ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് 2y is equal to 4 minus 2. എന്താണ്? എക്സ് മൈനസ് 2y is equal to 2. സെറ്റ് ആണോടാ? എന്നിട്ട് ഇക്വേഷൻ നമ്പർ 2. 4 നിന്ന് 2 കുറച്ചാ 2. ഇക്വേഷൻ നമ്പർ 2. നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഏതൊക്കെയാണ്? എക്സ് മൈനസ് 3y is equal to -8. എക്സ് മൈനസ് 2y is equal to 2. സെറ്റ് ആണോ? ഡൗട്ട് ഉണ്ടോടാ? ഇല്ല. ശ്രദ്ധിച്ചിരുന്നോളെ. ഇനി എന്താണ്? ഏതെങ്കിലും ടേം ക്യാൻസൽ ചെയ്യണം.
ഏതൊരു ടൈം എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ഇവിടെ ഞാൻ എന്ത് ചെയ്യണ്? ഈ രണ്ട് ടൈമിനും ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കണേ. ഈ രണ്ട് ടൈമിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി രണ്ട് ഇക്വേഷൻ ഒന്നും എടുത്ത് എഴുതാൻ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. എന്താണ്? ഇക്വേഷൻ നമ്പർ 2 നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറയ്ക്കാൻ പോകുന്നു. ഇക്വേഷൻ നമ്പർ 2 നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറയ്ക്കാണ്. ഇക്വേഷൻ നമ്പർ 2 ഞാൻ ഒന്നും എടുത്ത് എഴുതണേ. എടാ x മൈനസ് 2y ഈസ് ഇക്വൽ ടു 2 മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്? x മൈനസ് 3y ഈസ് ഇക്വൽ ടു മൈനസ് 8. നോക്കിയടാ, 2 മൈനസ് മൈനസ് 8 എത്രയാണ്? മൈനസ് മൈനസ് വന്നാ പ്ലസ് 10 അല്ലേ? ഇനി ഇവിടെ നോക്കിയടാ, ഇവിടെ എന്താണ്? 2 മൈനസ് 2y എന്താണ്? മൈനസും മൈനസ് എന്താവും? അവിടെ എന്താവും? പോസിറ്റീവ് ആവും. മൈനസ് മൈനസ് എന്താവും? പോസിറ്റീവ് ആവും. അപ്പൊ വെൽഡിൽ നിന്ന് ചെറുത് കുറച്ച് വെൽഡിന്റെ ചിഹ്നം, അപ്പോ y. 3 നിന്ന് 2 കുറച്ച് കഴിഞ്ഞാല് 1 എന്ന് നമുക്കറിയാല y ആണെന്ന്. എക്സും എക്സ് എന്തായി മക്കളെ? ക്യാൻസൽ ആയി. അപ്പൊ y എന്ത് കിട്ടി? y എന്ത് കിട്ടിയടാ? 10 കിട്ടി. y എന്ത് കിട്ടി? 10 കിട്ടി. ഇനി എന്ത് കാണണം? x കാണണം. എന്ത് കാണണം? x കാണണം. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എന്ത് കൊടുക്കുക? y-യുടെ വാല്യൂ എടുത്ത് ആരെ കിട്ടും? x നെ കിട്ടും. നമുക്ക് നോക്കണോ? നമുക്ക് നോക്കാം. ചെയ്ത് നോക്കാട്ടാ. ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എടുത്ത് എഴുതേണേ. എന്താണ് മക്കളെ? x minus 2y is equal to 2. Okay, x into 2 into sorry x minus 2 into y അറിയാ? y എന്താണ്? 10 is equal to എന്താണ്? 2. x minus 20 is equal to 2 അല്ലേ? അപ്പൊ എന്താണ്? x is equal to minus 20 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പോസിറ്റീവ് അല്ലേ? 2 plus 20. അപ്പൊ x is equal എന്താ? 22 അല്ലേ? റഹീമിന്റെ ഏജ് എന്താണ് മക്കളെ? റഹീമിന്റെ ഏജ് ആണ് 22. രാമുവിന്റെ ഏജ് ആണ് 10. സെറ്റ് ആണോടാ? ഈ 4 ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ.